നമസ്കാരം. കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കിയെ നാടകീയമായി പിടികൂടിയതിന് പിന്നാലെ ഇയാൾക്ക് പിന്തുണ നൽകിയവർക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കേരള പോലീസ്. ഇയാൾക്ക് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പിന്തുണ നൽകിയവരുടെ കൃത്യമായ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത്തരക്കാരുടെ വീടുകളിലേക്ക് പോലീസ് സംഘം എത്തിത്തുടങ്ങിയെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അർജുൻ ആയങ്കി വലിയ സൂപ്പർ സ്റ്റാറോ നായകനോ ഒന്നുമല്ല, മറിച്ച് നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ വെറും ക്രിമിനൽ മാത്രമാണ്. ഇത്തരമൊരു ക്രിമിനലിനെ സമൂഹത്തിന് മുന്നിൽ വീരനായകനായി ചിത്രീകരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ADGP വളരെ വ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു ക്രിമിനലിനെ സമൂഹത്തിന് മുന്നിൽ വീരനായകനായി ചിത്രീകരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ADGP വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആയങ്കിയെ വെടിവെച്ച് പിടിക്കാൻ പോലീസ് തീരുമാനിച്ചെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ തള്ളിക്കളഞ്ഞ ADGP വിജയൻ വെടിവെച്ച് പിടിക്കാനുള്ള യാതൊരുവിധ റേഞ്ചും ഇല്ലാത്ത ഒരു ക്രിമിനലാണ് ഇയാളെന്ന് പരിഹസിക്കുകയും ചെയ്തു. ഇയാൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് പോലീസിന് മുൻകൂട്ടി കൃത്യമായി അറിയാമായിരുന്നു. ഒളിവിലിരുന്ന ഇയാൾ എവിടം വരെ ഓടുമെന്ന് നോക്കിയതും ഇയാളുടെ ഒപ്പം ആരൊക്കെ കൂട്ടിനുണ്ടെന്നും ഇയാളെ സഹായിക്കുന്നത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുമാണെന്ന് പോലീസ് ഇത്രയും ദിവസം കാത്തിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ആയങ്കി ഇത്രയും ദിവസം കാണിച്ച തള്ളുകളെല്ലാം പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിന് കീഴിലായിരുന്നുവെന്ന് സാരം. ചോദ്യം ചെയ്യലിൽ താൻ പോസ്റ്റുകൾ ഇടാൻ ആരുടെയും സഹായം തേടിയിട്ടില്ലെന്നാണ് ആയങ്കി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഐഫോണിൽ വിവിധ സ്ഥലങ്ങളിലെ വൈഫൈ ഉപയോഗിച്ചാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും പോസ്റ്റുകൾ ഇട്ടതെന്നാണ് ഇയാളുടെ മൊഴി. നേരത്തെ അറസ്റ്റിലായപ്പോൾ സുഹൃത്ത് പ്രണവാണ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞ ഇയാൾ ഇപ്പോൾ നിലപാട് മാറ്റി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് തിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനിടെ കേസിൽ നിർണായകമായ ഒരു തെളിവ് കൂടി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാൻ ഉപയോഗിച്ച അർജുൻ ആയങ്കിയുടെ ഐഫോൺ പോലീസ് കണ്ടെടുത്തു. ഇയാളെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്ത് നിന്നാണ് 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ ഈ ഫോൺ കണ്ടെത്തിയത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ ഫോണിൽ നിന്നാണോ പോസ്റ്റുകൾ ഇട്ടതെന്നാണ് ഇനി സ്ഥിരീകരിക്കാൻ പോവുക. ഇതിനു പുറമെ പിടിയിലായതിന് 2 ദിവസം മുൻപ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന തളിപ്പറമ്പിലെ ലോഡ്ജിൽ എത്തിച്ചും വരും ദിവസങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തും. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിന് വൻ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ് ചുമത്താനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. നിലവിൽ ഇയാൾക്കെതിരെ 23 ക്രിമിനൽ കേസുകളാണുള്ളത്. ഇയാളുടെ കേസുകളുടെ വിശദമായ ചരിത്രം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വളപട്ടണം SHO സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. കളക്ടറാണ് ആയങ്കിക്കെതിരെ കാപ്പ് ചുമത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഇത്തരം കുറ്റവാളികളെ സോഷ്യൽ മീഡിയയിലായാലും രാഷ്ട്രീയത്തിലായാലും സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ ആരും ഇറങ്ങി പുറപ്പെടരുത്. സമൂഹത്തിന് വിപത്തായ ക്രിമിനലുകളെ വീരനായകന്മാരായി ചിത്രീകരിക്കുന്നത് നാടിന്റെ ക്രമസമാധാനത്തെയാണ് തകർക്കുക. കുറ്റവാളികൾക്ക് ഒരു തരത്തിലും സംരക്ഷണവും നൽകാൻ പാടില്ലെന്ന കർശന നിലപാടാണ് നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടത്. അർജുൻ ആയങ്കിക്ക് ലൈക്ക് അടിച്ചവരും ഒളിത്താവളം ഒരുക്കിയവരും ഇനി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ക്രിമിനലുകളെ മഹത്വവൽക്കരിക്കുന്നവർക്കുള്ള കർശന മുന്നറിയിപ്പ് കൂടിയാണ് പോലീസിന്റെ ഈ ഒരു അടിയന്തര നീക്കങ്ങൾ.